ഹലോ ഗൈസ്. അപ്പോൾ മഴയാണ്. മരണമാസ് കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ടൈം 2 മണിയായി. മരണമാസ് മൂവി ബേസിൽ ജോസഫിൻ്റെ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ടോവിനോ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന പടമാണ്. ടോവിനോയുടെ കൂടെ ലൈക്ക് പടം റാഫേൽ ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡക്ഷൻ അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വേൾഡ് വൈഡ് ഫിലിംസ് എന്ന് പറഞ്ഞിട്ടൊരു അസോസിയേറ്റ് ഉണ്ട്. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് ശിവപ്രസാദ് എന്ന് പറഞ്ഞൊരു പുള്ളിയാണ്. പുള്ളി അധികം ഒരു മൂവി അങ്ങാണ്ട് ചെയ്തിട്ടുള്ളൂ. അതേപോലെ അതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗൊക്കെ വർക്കൗട്ട് ചെയ്തതിലുള്ളത് സിജു സണ്ണി, നമ്മുടെ രോമാഞ്ചത്തിലെ ഉള്ള പുള്ളിയാണ് സിജു സണ്ണി. പുള്ളി ഫിലിമിൽ അഭിനയിച്ചിട്ടുമുണ്ട്. പുള്ളി തന്നെയാണ്, പുള്ളിയും ശിവപ്രസാദ്, ഡയറക്ടറായ ശിവപ്രസാദും കൂടിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റും ഡയലോഗൊക്കെ വർക്കൗട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൽ DOP വരുന്നത് നീരജ് രവിയാണ്. ഗുരുവായൂർ അമ്പലനട എന്നുള്ള ഫിലിമൊക്കെ ചെയ്തിട്ടുള്ള. എഡിറ്റിങ് ചമ്മൻ ചാക്കോ. അതുപോലെ ചമ്മൻ ചാക്കോ റീസെൻ്റ്ലി നമ്മുടെ RDX അതുപോലെ ഹലോ മമ്മിയൊക്കെ എഡിറ്റ് ചെയ്തിട്ടുള്ളത്. മ്യൂസിക് ജയ് ഉണ്ണിത്താൻ. അതുപോലെ കോസ്റ്റ്യൂം മഷറാംസ, തല്ലുമാലയിലൊക്കെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള മഷറാംസയാണ് കോസ്റ്റ്യൂം ഡിസൈൻ വന്നിട്ടുള്ളത്. പടത്തിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ബേസിൽ ജോസഫ് കുറച്ചായിട്ട് ബേസിൽ ജോസഫ് ഭയങ്കര സ്റ്റാറായിട്ട് കുറേ ക്യാരക്ടേഴ്സ് ചെയ്ത് വരുന്നുണ്ട്. ഇപ്പോൾ മരണമാസ് നമ്മൾ ട്രെയിലർ കണ്ട പോലെ തന്നെ പഴത്തിനകത്ത് മരണമാസ് എന്ന് എഴുതിയിട്ട് ഉള്ളൊരു മൂവി ട്രെയിലറൊക്കെ കണ്ടപ്പോൾ നമുക്ക് എന്താണ് എക്സാക്ട്ലി എന്നുള്ളൊരു സംഭവം എന്നുള്ളൊരു പിടിയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു ഡാർക്ക് ഹ്യൂമർ ജോൺറയിൽ വരുന്ന മൂവിയാണ് ആക്ച്വലി. ഇതിൽ എടുത്തു പറയാനുള്ളത് ലൈക്ക് ബേസിൽ ജോസഫിൻ്റെ ഇൻട്രോ. നമ്മൾ ബേസിലിനെ എക്സ്പെക്ട് ചെയ്തിട്ട് കുറേ സംഭവങ്ങൾ പടത്തിന് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ബേസിൽ മാത്രമല്ല ഓവറോൾ കോമ്പിനേഷനാണ്. ഇതിൽ കാസ്റ്റ് വരുന്നത് ആക്ച്വലി രാജേഷ് മാധവ്, ബേസിൽ കൂടാണ്ട് രാജേഷ് മാധവ്, നമ്മുടെ സുരേഷ് കൃഷ്ണ, ബാബു ആൻ്റണി, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പടം ആക്ച്വലി മീൻസ് ബേസിലിൻ്റെ ഇൻട്രോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് കംപ്ലീറ്റ്ലി ഡാർക്ക് ഹ്യൂമറാണ്. കുറേ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്യുന്ന ഡാർക്ക് ഹ്യൂമേഴ്സാണ് കംപ്ലീറ്റ്ലി പടത്തിലുള്ളത്. അപ്പോൾ പിന്നെ ഒരു ബസ്സിൻ്റെ ഉള്ളിലുള്ള സീനുകളാണ്. അതിൻ്റെ ഉള്ളിൽ എടുത്തു പറയേണ്ടത് ലൈക്ക് ഡയലോഗ് പോലും ഇല്ലാണ്ട് രാജേഷ് മാധവും സുരേഷ് കൃഷ്ണ അതുപോലെ നമ്മുടെ ബേസിലൊക്കെ ആയിട്ടുള്ള കോമ്പിനേഷൻ സീൻസ് നല്ല ചിരിക്കാനുള്ള അത്യാവശ്യം പരിപാടികൾ അതിനുള്ളിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേനും പടം കുറച്ചൊരു സ്ലോ മോഡിൽ ചില സ്ഥലത്ത് പോകുന്നുണ്ടെങ്കിലും ലൈക്ക് ഓവറോൾ ഡാർക്ക് ഹ്യൂമർ നൈസായിട്ട് പടത്തിൽ ത്രൂ ഔട്ട് എൻഡ് വരെ ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൽ ബാബു ആൻ്റണിയുടെ ക്യാരക്ടറുണ്ട്. ബാബു ആൻ്റണി ഒരു മീൻസ് പുള്ളി ഒരു പോലീസുകാരനായിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. പുള്ളിയും ഫിലിമിൽ ത്രൂ ഔട്ട് ഇല്ലെങ്കിലും ഓരോ ഏരിയാസിൽ വന്നിട്ട് പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ ലാസ്റ്റിലൊരു ഫൈറ്റ് സീനൊക്കെ വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ ഒരുപാട് മരണമാസ് സാധനമൊക്കെ ലൈക്ക് അതൊരു വേറൊരു രീതിയിലാണ് ഈ ഫൈറ്റൊക്കെ പിടിച്ചിട്ടുള്ളത്. അതുപോലെ ബാബു ആൻ്റണിയുടെ പുള്ളിയുടെ കുറച്ച് സീക്വൻസുകൾ ഭയങ്കര കാര്യമായിട്ടൊന്നും ഇല്ലെങ്കിലും പുള്ളിയുടെ നൈസ് കുറച്ച് സീക്വൻസുകളൊക്കെ ഉണ്ട്. ഓവറോൾ പടം ലൈക്ക് മീൻസ് ഫാമിലി ആയിട്ടും പിള്ളേരായിട്ടൊക്കെ പോയിരുന്ന് കാണാൻ പറ്റുന്ന ഒരു കംപ്ലീറ്റ്ലി എൻ്റർടൈനിങ് ആണ് ആക്ച്വലി. ഭയങ്കര വലിയ എക്സ്പെക്റ്റേഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും പടം ഓവറോൾ നൈസാണ്. നമ്മൾ പൊന്മാൻ കണ്ട പോലത്തെ ബേസിലിൻ്റെ കുറേ പരിപാടികൾ ത്രൂ ഔട്ട് ബേസിൽ അങ്ങനത്തെ പരിപാടി ഇല്ല. ഓവറോൾ ബേസിൽ സുരേഷ് കൃഷ്ണ, രാജേഷ് മാധവ് ആ ഒരു ടീമിൻ്റെ കോമ്പിനേഷനാണ് പടം ത്രൂ ഔട്ട് ഉള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങൾ ഇതിൽ എടുത്തു പറയത്തക്ക കുറേ ഫ്രെയിംസും ഷോർട്സും കാര്യങ്ങളും അങ്ങനെയില്ല. മീൻസ് ഒരു കളർ പടമാണ് ലൈക്ക് മീൻസ് ഒരു ഡാർക്ക് ഹ്യൂമറാണ്. അതിൽ കുറച്ച് പരിപാടികൾ അതിൻ്റെ ഉള്ളിലുണ്ട്. നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കാണാം. കണ്ടവർ നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് ഇടാം. അപ്പോൾ ഇത്രയൊക്കെയാണ് മരണമാസിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ അടുത്തൊരു റിവ്യൂവിൽ നമുക്ക് കാണാം. അതുവരേക്കും ബൈ.